ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹലോ ഗൈസ് ഫാമിലി. അപ്പോൾ ഇത് നാഷണൽ ഹോളിഡേയുടെ ഒരു അടുത്ത വ്യൂ ആണ് ഗൈസ്. അപ്പോൾ ഇത് ഇവിടെ പരേഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ റാസൽ കൈമയിലുള്ള കുറച്ച് എന്താ പറയുക പരേഡ് വ്യൂ ഒക്കെ നമ്മളും കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് എന്നാ പറയുന്ന വീഡിയോസ് മാത്രമാണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് കാണുവാണ്, ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ നല്ല ത്രില്ലായിരുന്നു. ഫുള്ള് എല്ലാം നല്ല ട്രാഫിക്ക് ഫുള്ള് ബ്ലോക്കായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടൊന്നും നമ്മൾ വിടത്തില്ല. അപ്പോൾ നമ്മളൊരു സൈഡിൽ കൂടി ഇങ്ങനെ പോയി നമ്മൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാർക്കിംഗ് അന്വേഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോയി പാർക്ക് ചെയ്തിട്ട് വേണം നമുക്കവിടെ വെയിറ്റ് ചെയ്യാൻ. അപ്പം അതിൻ്റെ ഒരു തത്രപ്പാടിലാണ് ഇപ്പോൾ. ഓക്കെ, അപ്പം നമ്മൾ പാർക്കിംഗ് ഒക്കെ ചെയ്തു. അങ്ങോട്ട് വിടത്തില്ല കണ്ടോ, പാർക്കിംഗ് ഒക്കെ നമ്മളവിടെ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നടന്നു വരുവാണ്. മുകളിലൂടെ കണ്ട ഹെലികോപ്റ്റർ പോകുന്നുണ്ടോ. ഓൾറെഡി അവിടെ തുടങ്ങിയായിരുന്നു. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് തുടങ്ങി. ഹെലികോപ്റ്ററാണത് പോകുന്നുണ്ട്, ഫ്ലാഗൊക്കെ ആയിട്ട് ഹെലികോപ്റ്റർ പോകുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ. അപ്പോൾ ഗൈസ് നമ്മൾ ചെന്നപ്പോൾ തന്നെ അവിടെ ഓൾറെഡി തുടങ്ങി കേട്ടോ, അങ്ങോട്ട് തുടങ്ങിയായിരുന്നു. അപ്പോൾ അത് ഓരോ വണ്ടികൾ, മിലിറ്ററിയുടെ വണ്ടികൾ, അപ്പോൾ അതിൻ്റെ ഓരോരോ സെക്ഷൻ വൈസ് ആയിട്ട് ഇങ്ങനെ ഓരോ വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് മിലിറ്ററിയുടെ വണ്ടിയാണ്, അവരുടെ കുറേ ഫോഴ്സിൻ്റെ കുറേ അധികം വണ്ടികൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഓരോ സെക്ഷൻ വൈസ് ഉള്ള ഓരോന്നിൻ്റെയും എന്താ പറയുന്നത് അങ്ങനെയുള്ള വണ്ടികളാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് കുറേ വണ്ടികളൊക്കെ പോയി. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇത്. പിന്നെ എന്താ പറയുന്നത് ബൈക്ക് പോലെയുള്ള അതുപോലത്തെയൊക്കെയുള്ള ഇവിടുത്തെ ഭയങ്കര വില കൂടിയ കുറേ വണ്ടികളുടെ അതിൻ്റെയൊക്കെയാണ് അടുത്തത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമായിരുന്നു ഗൈസ് അത് കാണാൻ തന്നെ. പിന്നെ രാത്രിയിലാണ് ഒന്നും കൂടെ നല്ലതാണ്. ലൈറ്റൊക്കെ ആ വണ്ടിയിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ടായിരിക്കും ഒന്നും കൂടി രാത്രിയിലാണെങ്കിൽ. ഇതിപ്പം വൈകിട്ട് സമയമായിരുന്നു ഇത് തുടങ്ങിയത്, 4 മണി കഴിഞ്ഞ സമയത്തായിരുന്നു. പക്ഷെ അതെല്ലാം പോകുന്ന കാണാനൊരു വലിയൊരു പ്രത്യേകതയാണ്. അവരുടെ എന്താ പറയുക ഇവിടുത്തെ നമ്മുടെ പിന്നെ ഷെയ്ക്കിൻ്റെയൊക്കെ ഫോട്ടോയും അതുപോലെ തന്നെ നാഷണൽ ആന്തമൊക്കെയുള്ള പാട്ടുമൊക്കെ ഇട്ടിട്ടാണ് അവരിങ്ങനെ ഈ വണ്ടികളൊക്കെ പോകുന്നത് തന്നെ. നല്ല മ്യൂസിക് അങ്ങനെയൊക്കെയുള്ള അടിപൊളിയായിരുന്നു, കാണാൻ നല്ല അടിപൊളിയാണ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സ്കൂട്ടറിൻ്റെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറകെ അടുത്ത ഒരു വണ്ടികളാണ് കേട്ടോ, അടുത്ത വേറൊരു സെക്ഷൻ വണ്ടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ റേസിംഗ് കാറൊക്കെ പോലത്തെ അങ്ങനത്തെ വണ്ടികൾ, എൻ്റെ പേരൊന്നും
അപ്പോൾ അങ്ങനത്തെ വണ്ടികൾ പോലത്തെ ഉള്ളത് ഇവിടത്തിനൊക്കെ ഭയങ്കര വിലയുള്ള വണ്ടികളാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ വണ്ടികളാണ് അടുത്തത് വരുന്നത് കേട്ടോ. ഓരോന്നും വരുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ സൈഡിൽ ക്യാമൽ അതിനെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് കൊണ്ടുപോവാണ്. ഫുള്ള് എന്താ പറയുന്നത്, ഫുൾ സെക്യൂരിറ്റിയാണ് ഇവിടെ കണ്ടോ. പിന്നെ അപ്പോൾ അങ്ങനെ ഓരോ ആൾക്കാരൊക്കെ ആണെങ്കിലും മാറി സൈഡിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ വ്യൂ ഒക്കെ കാണുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ നാഷണൽ ഡേയുടെ പിന്നെ ഞങ്ങൾ കണ്ടു. എന്താണെന്ന് പറയുക, പരേഡൊക്കെ ഞങ്ങൾ കണ്ടു കുറച്ച്. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൻ്റെ കണ്ടോ, റാസൽഖൈമയിലുള്ള ബസ് സ്റ്റോപ്പിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഗൈസിൽ. ബസ്സുകളൊക്കെ പോകുന്ന കണ്ട, ബസ്സുകൾ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. അതെ, ആൾക്കാരൊക്കെ കണ്ടോ. ജബൽ ഗൈസിൻ്റെ വ്യൂ ഒക്കെ കാണാം കണ്ട. അപ്പോൾ ഗൈസ് ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. നടന്ന് നിന്ന് ക്ഷീണിച്ച് ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അവസാനം കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ എന്താ പറയുക, ബസ് സ്റ്റോപ്പിൽ ഇരുന്നു. ഇതേ ബസ് പോകുന്നുണ്ടോ, റാക്കിൻ്റെ ബസ്സാണത്. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ പോകുന്നുണ്ട് ആ സൈഡിൽ കൂടെ. ഇപ്പോൾ ഇപ്പോഴാണ് ട്രാഫിക്കൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞത്. ഫ്ലാഗൊക്കെ കണ്ട് അടിപൊളി, നല്ല വ്യൂ അല്ലേ. ജബൽ ജേസിൻ്റെ വ്യൂ ആണ് അപ്പുറത്ത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കാണുമ്പോൾ നല്ലൊരു ഭംഗി തോന്നി. അതാണ് ആ വ്യൂ ഒക്കെ നമ്മളൊന്ന് എടുത്തത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കണ്ടു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. കുട്ടി ക്ഷീണിച്ചിരിക്കുവാണ്. കുട്ടി ബസ് വന്ന്, ബസ് സ്റ്റോപ്പിലിരിക്കുന്ന ബസ് വന്ന് കയറി. ബസ് വന്ന് കുട്ടി കയറാൻ പോവാണ്. കയറുന്നില്ലേ? നീലാകാശം താരാപദം, നീലാകാശം താരാപദം. So this is the view of Ras Al Khaimah. അപ്പം സൺസെറ്റിൻ്റെ ഒക്കെ പോലെയുള്ള ഒരു വ്യൂ കണ്ടോ, നല്ല രസമായിരുന്നു കണ്ടോ. സൺ അങ്ങനെ ആ ഒരു സൈഡിൽ നിൽക്കുമ്പം ആ സ്കൈ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തൊരു പള്ളിയും ആ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തായിരുന്നു. അടിപൊളി സൂപ്പർ വ്യൂ ആയിരുന്നു അത് കേട്ടോ. അതെല്ലാം കഴിഞ്ഞു ഞങ്ങളങ്ങനെ തിരിച്ച് വരുവാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓക്കെ, ബൈ. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ബൈ ബൈ, ടേക്ക് കെയർ.